ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങളേവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗം അഥവാ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം പഠിച്ചു വന്ന ആ ക്ലാസ്സുകളുടെ 4ാമത്തെ സെഷനാണ് ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഓൾ ദാറ്റ് മേക്സ് ഗോഡ് സാഡ്. ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഇതാണ് നമ്മുടെ പഠന വിഷയം. അതിൻ്റെ 4ാമത്തെ ക്ലാസ്സിൽ ഇന്ന് നാം വന്നിരിക്കുന്നു. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ കോപം എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. പിന്നെ ദുർമോഹത്തോടെയുള്ള നോട്ടം, അത് വ്യഭിചാരദോഷമാണ്, അതിനെക്കുറിച്ച് പഠിച്ചു. പിന്നെ 3ാമത് എല്ലാത്തരം ഭോഷ്കും വ്യാജവും വഞ്ചനയും ഈ കാര്യങ്ങളും ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്നവയാണ് എന്ന് കർത്താവായ യേശു പഠിപ്പിച്ചു. ഇന്ന് പ്രതികാരബുദ്ധി അഥവാ തിരിച്ചടിക്കുന്ന സ്വഭാവം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. റിവെഞ്ച് ഓർ റിറ്റാലിയേഷൻ. ശരി, നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വചനങ്ങൾ വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സസ് 38 to 42 വായിക്കാം. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെവിട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കാം. ഒരുത്തൻ നിന്നെ 1 നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോകാം. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക. ഈ വായിച്ച വചനങ്ങളുടെ പ്രധാനപ്പെട്ട ആശയം എല്ലാത്തരം പ്രതികാര ബുദ്ധിയും ഒഴിഞ്ഞിരിക്കുക, മറ്റുള്ളവരോടുള്ള വിരോധം, ഹേറ്റഡ്, ഇതൊക്കെ ഒഴിഞ്ഞിരിക്കുക, ഒരു നല്ല മനസ്സ് ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നാം ഇവിടെ നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമം അഥവാ പുതിയ ഉടമ്പടി, അത് മോശെ മുഖാന്തരം നൽകപ്പെട്ട പഴയ ഉടമ്പടിയിൽ നിന്നും അതിനോട് വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന് യഥാർത്ഥ വ്യക്തിയാണെങ്കിൽ മറ്റേത് ആ വ്യക്തിയുടെ ഒരു നിഴലാകുന്നു. മോശയും പഴയ നിയമവും ഒക്കെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴൽ എന്നവണ്ണമാണ് നാം ബൈബിളിൽ കാണുന്നത്. ഇന്ന് യേശുക്രിസ്തുവിൽ കൂടെ ഉള്ള രക്ഷിക്കപ്പെട്ട ആ യേശുവിൽ കൂടെയുള്ള രക്ഷ നേടിയെടുത്ത നമ്മെ സംബന്ധിച്ച് യേശുവാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി. ഹീ ഈസ് എ പേഴ്സൺ ആൻഡ് മോസസ് ലോ ഈസ് എ ഷാഡോ. മോശയുടെ പഴയ നിയമം എന്ന് പറയുന്നത് ഒരു നിഴൽ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശു പറഞ്ഞു പണ്ട് 38-ാം വാക്യം, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് മോശെ മുഖാന്തരം നിങ്ങളോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് മറിച്ചാണ് പറയുന്നത്. ഇനിമേലാൽ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് പഴയ നിയമത്തിലെ ആ ഭാഗം നോക്കാം. കണ്ണിന് പകരം കണ്ണ് എന്ന് എവിടെയാണ് പറയുന്നത്? ലേവ്യ പുസ്തകം 24-ാം അധ്യായം 19ഉം 20ഉം വചനങ്ങൾ വായിക്കാം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 24 വേഴ്സസ് 19 and 20 വായിക്കാം. ഒരുത്തൻ കൂട്ടുകാരനെ കേടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം. ഒടിവിന് പകരം ഒടിവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇങ്ങനെ അവൻ മറ്റവനെ കേടുവരുത്തിയതുപോലെ തന്നെ അവനും വരുത്തേണം. നോക്കുക, ഇവിടെ തിരിച്ചടിക്കുവാനുള്ള, പ്രതികാരം ചെയ്യാനുള്ള ഒരു അനുവാദം ദൈവം മോശയുടെ കൽപ്പനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നില്ല. അതൊരു അനുവാദം മാത്രമായിരുന്നു. അങ്ങനെ ചെയ്തുകൊള്ളണം എന്ന് ഉള്ള ഒരു നിശ്ചയമായ കൽപ്പന പോലെയല്ല, അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമായിരുന്നു. ഇനിയും സങ്കീർത്തനങ്ങളിലേക്ക് വരാം. പഴയ നിയമകാലത്തെ മനുഷ്യരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? സങ്കീർത്തനങ്ങൾ 137-ാം അധ്യായം 8ഉം 9ഉം വചനങ്ങൾ നോക്കുക. സാം 137 വേഴ്സസ് 8 and 9. നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ഇങ്ങനെയാണ്
ശത്രുക്കളോടുള്ള അവരുടെ നിലവാരം, അവരുടെ നിലപാട് ഇതായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പ്രതികാരം ചെയ്യാനുള്ള ആ ഒരാഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോടും തിരിച്ചടിക്കുന്നവൻ, പ്രതികാരം ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. പിന്നെ വളരെ കഠിനമായ കാര്യങ്ങളാണ്, ദോഷകരമായ കാര്യമാണ് പറയുന്നത്. നിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ അനുഗ്രഹീതൻ. അവരുടെ ഇസ്രായേൽ ജനത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. അടിക്കു പകരം അടി. നിൻ്റെ കണ്ണ് ഒരുവൻ നശിപ്പിച്ചാൽ നിനക്ക് അവൻ്റെ കണ്ണ് നശിപ്പിക്കാൻ സാധിക്കും. നിൻ്റെ പല്ല് ഒരുവൻ നശിപ്പിച്ചാൽ അവൻ്റെ പല്ല് തകർത്ത് കളയാൻ നിനക്ക് സാധിക്കും. എന്നാൽ യേശു അതിലൊക്കെയും ഉപരിയായ ഒരു നന്മയുടെ പഠിപ്പിക്കലാണ് നമ്മെ പഠിപ്പിച്ചത്. അതിലേക്കാണ് നാം പിന്നീട് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനങ്ങൾക്ക് പല പല ഇടങ്ങളിലായിട്ട് 6 സങ്കേത നഗരങ്ങൾ ദൈവം അനുവദിച്ചു കൊടുത്തു. ഇന്ന 6 പട്ടണങ്ങൾ നിങ്ങൾക്ക് സങ്കേത നഗരങ്ങളായിരിക്കണം എന്ന് അവരോട് പറഞ്ഞു. എന്തിനാണ് ഈ സങ്കേത നഗരങ്ങൾ? നമുക്ക് ആ ഭാഗം കൂടെ വായിക്കാം. സംഖ്യാപുസ്തകം 35-ാം അധ്യായം 9 മുതൽ 12 വരെ വായിക്കാം. നമ്പേഴ്സ് ചാപ്റ്റർ 35 വേഴ്സസ് 9 to 12 വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ യോർദാൻ കടന്ന് കനാൻ ദേശത്ത് എത്തിയ ശേഷം ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിക്കണം. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ അവിടേക്ക് ഓടിപ്പോകണം. കൊല ചെയ്തവൻ സഭയുടെ മുൻപാകെ വിസ്താരത്തിന് നിൽക്കും വരെ അവൻ പ്രതികാരകന്റെ കൈയാൽ മരിക്കാതിരിക്കേണ്ടതിന് അവ സങ്കേത നഗരങ്ങൾ ആയിരിക്കണം. ഈ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അബദ്ധവശാൽ സ്നേഹിതനെ മറ്റൊരുവൻ കൊന്നുപോയാൽ അങ്ങനെയുള്ളവർ ഓടിപ്പോയി ഒളിക്കേണ്ടതിനായിട്ടാണ് ഈ സങ്കേത നഗരങ്ങൾ വെച്ചിരിക്കുന്നത്. കാരണം കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ അവരെയാണ് രക്തപ്രതികാരകൻ എന്ന് വിളിക്കുന്നത്. ദ മാൻസ്ലെയർ മസ്റ്റ് ഫ്ലീ ടു ദീസ് ടൗൺസ്. കാരണം ഇവൻ്റെ അവഞ്ചർ അഥവാ പ്രതികാരകൻ, അവൻ്റെ ബന്ധുക്കൾ ഈ കൊന്നുകളഞ്ഞ കൊല നടത്തിയ മനുഷ്യനോട് അവന് വലിയ പ്രതികാരം അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവനെ കൊല്ലാൻ വേണ്ടി പ്രതികാരകന്മാർ ഇവൻ്റെ പുറകെ ഓടി വരും. അങ്ങനെ പ്രതികാരകൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സങ്കേത നഗരത്തിൽ കയറിക്കഴിഞ്ഞാൽ അവന് അവിടെ രക്ഷപ്പെട്ട് അവന് ജീവിക്കാൻ സാധിക്കും. ഇതൊക്കെ എന്തിനാണ് ഈ സങ്കേത നഗരങ്ങൾ ദൈവം വേർതിരിച്ചത് എന്ന് ചോദിച്ചാൽ, പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹവും അതിനുള്ള താല്പര്യവും പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെയാണ് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രക്തപ്രതികാരകൻ എന്ന് വിളിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ താൻ പർവ്വതപ്രസംഗം, അതായത് ഈ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഈ പഴയ നിയമത്തിലെ പഠിപ്പിക്കലുകളെക്കാളും വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു പഠിപ്പിക്കലാണ് കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ചത്. ഈ പ്രതികാര ബുദ്ധിയും തിരിച്ചടിക്കാനുള്ള വാഞ്ചയും ഒക്കെ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൽ ഇല്ല. അതൊക്കെ നിങ്ങൾ വിട്ടുകളയണം. അത് പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇന്ന് നിങ്ങൾക്കതിനാവശ്യമില്ല എന്നാണ് യേശു നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. പ്രതികാരം ചെയ്യാനോ തിരിച്ചടിക്കാനോ മറ്റുള്ളവരോട് വിരോധം വെച്ച് പുലർത്താനോ ഒന്നും ദൈവമക്കളായ നമുക്ക് അനുവാദമില്ല. കർത്താവായ യേശു അങ്ങനെയാണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ഇനിയും മറ്റൊരു ദൃഷ്ടാന്തം ഞാൻ കാണിക്കാം. അത് ഹാബേലിൻ്റെ രക്തത്തെക്കുറിച്ചാണ്. ബൈബിളിലെ ആദ്യത്തെ കൊലപാതകം നമുക്കറിയാം. അത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ് കാണുന്നത്. അതായത് 2 സഹോദരന്മാരാണ് ആദ്യമായിട്ട് ആദം ഹവ്വാമാർക്ക് ജനിച്ചത്, കയീനും ഹാബേലും. ആ സംഭവം നമുക്കറിയാം. കയീൻ്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചില്ല, എന്നാൽ ഹാബേലിൻ്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചു. അങ്ങനെ വന്നപ്പോൾ കയീന് സഹോദരനായ ഹാബേലിനോട് വല്ലാത്ത കോപവും അസൂയയും ഒക്കെ ഉണ്ടായി. നമുക്കറിയാം അതിൻ്റെ സംഭവത്തിൻ്റെ ഒടുവിൽ കയീൻ ഹാബേലിനെ വയലിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു എന്ന് നാം കാണുന്നു. ആദ്യത്തെ കൊലപാതകം, ആദ്യത്തെ രക്തം ചിന്തിയ ഒരു സംഭവം അവിടെ കാണുന്നു. നമുക്ക് ആ ഭാഗം വായിക്കാം.
അവിടെ ഹാബേലിൻ്റെ രക്തത്തെക്കുറിച്ച് ദൈവം തന്നെ പറയുന്ന ആ കാര്യം നോക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-ാം വചനം. ജെനസിസ് ചാപ്റ്റർ 4:10 നമുക്ക് കേൾക്കാം. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇവിടെ ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു. എന്താണ് ദൈവത്തോട് നിലവിളിക്കുന്നത്? ദൈവമേ, എൻ്റെ രക്തം ചിന്തിയ എൻ്റെ സഹോദരനോട് അവിടുന്ന് പ്രതികാരം ചെയ്യണമേ. പ്രതികാരത്തിൻ്റെ നിലവിളിയാണ് ഹാബേലിൻ്റെ രക്തത്തിലുണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ ഇതിനെ കമ്പയർ ചെയ്യണം. ഇതിനെ യേശുക്രിസ്തുവിൻ്റെ രക്തവുമായിട്ട് നാം തുലനം ചെയ്യുമ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യം ചിന്തിക്കാൻ സാധിക്കും. എബ്രായർ 12-ാം അധ്യായം 24-ാം വചനം നമുക്ക് വായിച്ചു നോക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 12:24. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ദൈവമക്കളോട് പറയുകയാണ്, പുതിയ നിയമത്തിലെ വിശ്വാസികളായ ദൈവമക്കളെ, നിങ്ങൾ വന്നിരിക്കുന്നത് ഹാബേലിൻ്റെ രക്തത്തിൻ്റെ അടുത്തേക്കല്ല. നിങ്ങൾ അതിനേക്കാളും നന്നായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് ഈ രണ്ട് രക്തങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ വ്യത്യാസം? ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഹാബേലിൻ്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി ചോദിച്ചു, നിലവിളിച്ചു. എന്നാൽ യേശുവിൻ്റെ രക്തം നന്നായി സംസാരിച്ചു. അത് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് യേശുവിൻ്റെ രക്തം സംസാരിച്ചത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് പ്രതികാരത്തിൻ്റെ രക്തമാണ്, മറ്റേത് ക്ഷമ കൊടുക്കുന്ന രക്തമാണ്. ഈ കാര്യങ്ങൾ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ, ഇന്ന് പഴയ നിയമത്തിൽ ജീവിക്കുന്നവരല്ല. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയായി രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നാം പുതിയ ഉടമ്പടിയിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ അടുത്തേക്കാണ് നാം വന്നിരിക്കുന്നത്. അതെ, ആ രക്തത്തിൻ്റെ അടുത്ത് നാം വരുമ്പോൾ ക്ഷമിച്ചു കൊടുക്കുന്ന, ക്ഷമ ഉച്ചരിക്കുന്ന ആ മനോഭാവമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ പറയട്ടെ, ചുരുക്കമായിട്ട് പറഞ്ഞാൽ, ദൈവമക്കളായ നമുക്ക് ലോകത്തിൽ ഒരു മനുഷ്യരോടും പ്രതികാരം ചെയ്യാനോ പ്രതികാര ബുദ്ധി വെച്ചുകൊണ്ടിരിക്കാനോ പിണങ്ങിയിരിക്കാനോ തിരിച്ചടിക്കാനോ ഉള്ള അവകാശം നമുക്ക് ദൈവം നൽകിയിട്ടില്ല. ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പായിട്ടിരിക്കണം. പഴയ നിയമകാലത്ത് അവർ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് നാം പുതിയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എനിക്കെതിരായിട്ട് അവർ സംസാരിച്ചു, പ്രവർത്തിച്ചു, എന്നെ പരിഹസിച്ചു, എനിക്ക് ദോഷം വരുത്തി, അപമാനം വരുത്തി, നഷ്ടം വരുത്തി. അതെല്ലാം അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്രൂശിൽ കിടന്ന് നമ്മുടെ കർത്താവ് വിളിച്ചു പറഞ്ഞതുപോലെ നമുക്കും അതേ മനോഭാവത്തോടുകൂടെ ഇന്ന് നാം ഹാബേലിൻ്റെ രക്തത്തിൻ്റെ അടുത്തേക്കല്ല വന്നിരിക്കുന്നത്, അത് പ്രതികാരത്തിൻ്റെ രക്തമാണ്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പുണ്യാഹ രക്തം അത് ഗുണകരമായി സംസാരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് അനുകൂലമായി സംസാരിക്കുന്നത് എന്ന് ചിലർ തെറ്റായിട്ടത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയല്ല, അത് ക്ഷമ കൊടുക്കുന്നതാണ് ആ രക്തം. ഓക്കെ, ക്ഷമിക്കുന്ന രക്തമാണ്. നമുക്ക് ഇന്ന് രാത്രി, ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ സമയത്ത് ആ പുണ്യാഹ രക്തത്തിൻ്റെ അടുത്തേക്ക് വന്ന്, യേശുവേ, അങ്ങയിലുണ്ടായിരുന്ന ആ മനോഭാവം, ക്ഷമിക്കുന്ന മനോഭാവം എനിക്ക് അത് പലപ്പോഴും ഇല്ല, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് ആ മനോഭാവം നൽകണമേ. എനിക്കെതിരെ ദോഷം ചെയ്യുന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചു കൊടുക്കുവാൻ, അവരോട് വിരോധമൊന്നുമില്ലാതെ, ദൈവമേ, അവിടുന്ന് എന്നോട് ക്ഷമിച്ചതുപോലെ അവരോട് ക്ഷമിച്ചു കൊടുക്കുവാനുള്ള ആ ഒരു വലിയ വിശാലമായ കാഴ്ചപ്പാട് എനിക്ക് നൽകണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അതാണ് ഹാബേലിൻ്റെ രക്തവും യേശുവിൻ്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസം. നാം പറഞ്ഞു വരുന്നത്, ദൈവമക്കളായ നമുക്ക് പ്രതികാര ബുദ്ധി അല്ലെങ്കിൽ തിരിച്ചടിക്കുന്ന സ്വഭാവം വെച്ചുകൊണ്ടിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതിന് പകരം നന്മയുള്ള ഒരു ഹൃദയം, കരുണ കാണിക്കുന്ന ഒരു ഹൃദയം, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ഒരു ഹൃദയം, അതാണ് ഇന്ന് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഞാൻ ബൈബിളിൽ നിന്ന് ചില ദൃഷ്ടാന്തങ്ങൾ കാണിക്കാം. ആദ്യം പഴയ നിയമത്തിൽ നിന്നും ഒരു ദൃഷ്ടാന്തം നമുക്ക് വായിച്ചു നോക്കാം. അത് ദാവീദ് രാജാവ് തനിക്കെതിരെ ദോഷം ചെയ്ത, തന്നെ ശപിച്ച ശിമയി എന്ന മനുഷ്യനോടുള്ള ദാവീദ് രാജാവിൻ്റെ മനോഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് 1 രാജാക്കന്മാർ 2-ാം അധ്യായം 8ഉം 9ഉം വചനങ്ങൾ വായിച്ചു നോക്കാം. കിങ്സ് ചാപ്റ്റർ 2 വേഴ്സസ് 8 and 9.
പിന്നെ ബഹൂരീമിലെ ബെന്യാമിനായ ഗേരയുടെ മകൻ ഷിമയി എന്നൊരുവൻ ഉണ്ടല്ലോ. ഞാൻ മഹനിമയിലേക്ക് പോകുന്ന ദിവസം അവൻ എന്നെ കഠിന ശാപത്തോടെ ശപിച്ചു. എങ്കിലും അവൻ യോർദാനിൽ എന്നെ എതിരേറ്റ് വന്നതുകൊണ്ട് അവനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ യഹോവയുടെ നാമത്തിൽ അവനോട് സത്യം ചെയ്തു. അടുത്ത വചനം. എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്. നീ ബുദ്ധിമാനല്ലോ. അവനോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയും. അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ദാവീദ് രാജാവ് തനിക്ക് എതിരായി ശാപവാക്കുകൾ ഉച്ചരിച്ച ഈ ശിമയി എന്ന മനുഷ്യനോട് തൽക്കാലം ക്ഷമിച്ചു. അവനെ കൊല്ലുകയില്ല എന്ന് യഹോവയുടെ നാമത്തിൽ അവനോട് സത്യം ചെയ്തു. ആ പൊതുജനത്തിന് മുൻപിൽ വെച്ച് ശിമയെ ദാവീദ് രാജാവ് വെറുതെ വിട്ടു. എന്നാൽ ദാവീദ് മരിക്കാറായി തൻ്റെ മകനായ ശലോമോനോട് പറയുകയാണ്, ഒന്ന് രണ്ട് പേരുടെ കാര്യം പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ കാര്യം നീ കൈകാര്യം ചെയ്തു കൊള്ളണം. അവരൊക്കെ ദോഷം ചെയ്തവരാണ്, നീ അവരെ വെറുതെ വിടരുത്. ഇവിടെ പ്രതികാരബുദ്ധിയാണ് ദാവീദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 9-ാം വാക്യത്തിൽ താൻ ശലോമോനോട് പറയുകയാണ്, എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്. നീ ബുദ്ധിമാനാണല്ലോ. അവനോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയും. അവൻ്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക. പുറമേ തൽക്കാലം അവനെ വെറുതെ വിട്ടു ക്ഷമിച്ചുവെങ്കിലും ദാവീദിൻ്റെ മനസ്സിൽ ഉള്ളിൽ പ്രതികാരബുദ്ധി താൻ വയസ്സായപ്പോഴും മരിക്കാൻ തുടങ്ങുമ്പോഴും അത് മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ദാവീദിനെ അതിൽ കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം അദ്ദേഹം പഴയ നിയമകാലത്ത് മോശയുടെ പ്രമാണത്തിൻ്റെ കീഴിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിന് ദാവീദിൽ പ്രസാദവും ഉണ്ടായിരുന്നു. എന്നാൽ നാം ഇന്ന് ദാവീദ് രാജാവിൻ്റെ കാലത്തല്ല ജീവിക്കുന്നത്. അദ്ദേഹം ചെയ്തതുപോലെ അല്ല നാം ചെയ്യേണ്ടത്. നമുക്കെതിരായി ദോഷം ചെയ്യുന്നവർ, നമ്മെ ശപിക്കുന്നവർ, നമ്മെ പരിഹസിക്കുകയോ ദോഷം ചെയ്യുകയോ നഷ്ടം വരുത്തുകയോ ചെയ്യുന്നവരോട് പുറമേ മാത്രം ക്ഷമിക്കുകയല്ല, അകമേ നിന്നും ദൈവമേ ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു, അവർക്ക് നന്മയുണ്ടാകണമേ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, അവർക്ക് എല്ലാ രീതിയിലും നന്മയുണ്ടാകണമേ എന്ന് നാം ആത്മാർത്ഥമായി മറ്റുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കുകയും അവരെ ക്ഷമിച്ചു കൊടുക്കുകയും അവരെ റിലീസ് ചെയ്യുകയും വിടുവിക്കുകയും ചെയ്യേണ്ട ഒരു നല്ല മനോഭാവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതാണ് യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ആ നല്ല മനോഭാവം. പഴയ നിയമകാലത്ത് ആളുകൾക്ക് അത് അത്രത്തോളം ഉണ്ടായിരുന്നില്ല. എന്നാൽ നാം ഇന്ന് യഥാർത്ഥത്തിൽ ഉള്ള ആ വ്യക്തി യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. നിഴലിൻ്റെ അടുത്തല്ല നാം നിൽക്കുന്നത്, യഥാർത്ഥ വ്യക്തിയുടെ അടുത്ത് നാം വന്നിരിക്കുന്നു. ആ വ്യക്തി തൻ്റെ രക്തം ഗുണകരമായി ക്ഷമ സംസാരിക്കുന്ന ആ ഒരു രക്തത്തിൻ്റെ അടുത്തേക്കാണ് നാം വന്നിരിക്കുന്നത്. ഇനിയും ബൈബിളിലെ മറ്റു ചില ദൃഷ്ടാന്തങ്ങൾ ഞാൻ പറയാം. ഈസബേൽ ഏലിയാവിനോട് ഭീഷണി വാക്ക് പറയുന്ന കാര്യം നാം കാണുന്നുണ്ട്. അതൊരു പ്രതികാര ബുദ്ധിയാണ്. ഞാൻ നിൻ്റെ തല നിൻ്റെ ഉടലിൽ വെച്ചേക്കുകയില്ല, നാളെ നിന്നെ തീർത്തു കളയും എന്ന് ഭീഷണി മുഴക്കി. അത് പ്രതികാര ബുദ്ധിയാണ്. കാരണം തൻ്റെ എല്ലാ ദേവന്മാരെയും വിഗ്രഹങ്ങളെയും ബാൽ വിഗ്രഹങ്ങളെയും ഒക്കെ ഏലിയാവ് നശിപ്പിച്ചു കളഞ്ഞു. അവൾക്ക് വാശി കയറിയപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ നിന്നെ തീർത്തു കളയും. ഭീഷണിയാണ്, പ്രതികാര ബുദ്ധിയാണ് ഇസബേലിൽ കാണുന്നത്. എന്നാൽ ഇസബേൽ ഒരു അന്യജാതിക്കാരിയായിരുന്നു. നമുക്ക് അവളൊരു മാതൃകയല്ല. എങ്കിലും അവളുടെ ആ മനോഭാവം നാം തിരിച്ചറിയണം. അത് നമ്മിലുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയണം. അടുത്ത ദൃഷ്ടാന്തം ഹാമാൻ യഹൂദന്മാരോട് ചെയ്ത ദോഷമാണ്. ഹാമാൻ്റെ ഹൃദയത്തിൽ വലിയ പ്രതികാര ബുദ്ധിയുണ്ട്. കാരണം യഹൂദനായ മൊർദെഖായി തന്നെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. തൻ്റെ ജാതി അമാലേക്യ ജാതിയാണ്. ആ ജാതിയിൽപ്പെട്ട തന്നോട് ഈ യഹൂദൻ ബഹുമാനം കാണിക്കുന്നില്ല. അവനോട് വലിയ അരിശമൂത്തു കോപമുണ്ടായി. അവനെ നശിപ്പിച്ചു കളയുവാൻ, അവൻ്റെ ജാതിയെ മുഴുവൻ നശിപ്പിച്ചു കളയുവാനുള്ള ആ പ്രതികാരം അവനിൽ ആളിക്കത്തി. അയാൾ ഒരു അമാലേക്യനായിരുന്നു, യഹൂദൻ പോലും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് ഹാമാൻ പദ്ധതിയിട്ടത്. പ്രിയ സഹോദരന്മാരെ, നാം ഈസബേലിനെ പോലെയോ ഹാമാനെ പോലെയോ അല്ല. അവർ വിജാതീയരായിരുന്നു. നാം ആദ്യം ചിന്തിച്ചതുപോലെ ദാവീദ് രാജാവിൻ്റെ ലെവലിലും അല്ല ജീവിക്കുന്നത്. അതിനേക്കാളും ഉയർന്ന തലത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അടുത്തേക്ക് നാം വന്നിരിക്കുന്നു. അത് ക്ഷമിക്കുന്ന രക്തമാണ്, ക്ഷമ വിളിച്ചു പറയുന്ന രക്തമാണ്. ആ രക്തത്തിൻ്റെ ആ പ്രയോജനം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ആ ഒരു ചിന്താഗതിയിലേക്ക്, ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് നാം വന്നിട്ടുണ്ടോ?
കർത്താവിനോട് പറയാമോ, ദൈവമേ, എനിക്ക് ഈ ലോകത്തിൽ ആരോടും പിണക്കമില്ല, ആരോടും വിരോധമില്ല, ആരോടും എനിക്ക് പ്രതികാര ബുദ്ധിയില്ല, ആരോടും തിരിച്ചടിക്കാനുള്ള ചിന്ത എനിക്കില്ല, ഞാൻ എല്ലാം ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര അനുഗ്രഹീതമായിരിക്കും, എത്ര ധന്യമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു, ചിന്തിക്കുന്നു. മറ്റൊരു ദൃഷ്ടാന്തം അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നതാണ്. ഹെരോദിയാസ് എന്ന ആ ദുഷ്ട സ്ത്രീ തനിക്കെതിരായി യോഹന്നാൻ സ്നാപകൻ സംസാരിച്ചത് കേട്ടപ്പോൾ ആ മനുഷ്യനോടുള്ള പ്രതികാര ബുദ്ധി ഹെരോദിയാസിൻ്റെ മനസ്സിൽ ആളിക്കത്തി. നമുക്ക് ആ സംഭവം അറിയാം, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വായിക്കുന്നില്ല. അവളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ യോഹന്നാൻ സ്നാപകനെ നശിപ്പിക്കണം, അയാളെ കൊന്നുകളയണം. അതിന് തക്കം പാർത്ത് നോക്കിയിരിക്കുകയായിരുന്നു. അതിന് പറ്റിയൊരവസരം കിട്ടിയപ്പോൾ അവളത് നിർവഹിച്ചു. യോഹന്നാൻ സ്നാപകൻ്റെ തല ഒരു താലത്തിൽ തരണം എന്ന് ഹെരോദ്യയുടെ മകൾ ഹെരോദ രാജാവിനോട് ആവശ്യപ്പെട്ടു. അത് സംഭവിക്കുകയും ചെയ്തു. ആ പ്രതികാര ബുദ്ധിയാണ് അവിടെ ഹെരോദിയയിൽ നാം കാണുന്നത്. ഒടുവിലായി അപ്പോസ്തലനായ പൗലോസിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം, യഹൂദന്മാർ എങ്ങനെയാണ് പൗലോസിനെ തീർത്ത് കളയുവാൻ, നശിപ്പിക്കുവാൻ അവനെതിരായിട്ടുള്ള ആ പ്രതികാര ബുദ്ധിയോടുകൂടെ യഹൂദന്മാർ പ്രവർത്തിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായം 12-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 23 വേഴ്സ് 12. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നു കളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഇവിടെ കഠിനമായൊരു ശപഥം ചെയ്യുന്ന കുറച്ച് യഹൂദന്മാരെ കുറിച്ചാണ് നാം വായിക്കുന്നത്. പൗലോസിനെ കൊന്നുകളയും വരെ ഞങ്ങൾ തിന്നുകയുമില്ല കുടിക്കുകയുമില്ല എന്നവർ ശപഥം ചെയ്തു. അത് പ്രതികാര ബുദ്ധിയാണ് അവരിൽ കത്തിക്കയറിയത്. കാരണം അവർ യഹൂദന്മാരായിരുന്നു. മോശയുടെ കാലത്താണ് അവർ ജീവിക്കുന്നത്, ആ പ്രമാണത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. ഈ പൗലോസിനെ നശിപ്പിക്കണം എന്നവർ പ്രതിജ്ഞയെടുത്തു. അവരുടെ പ്രതികാര ബുദ്ധിയാണ് അവിടെ കാണുന്നത്. എങ്കിലും അത് വിജയിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, പ്രതികാര ബുദ്ധിയെക്കുറിച്ച് യേശു പഠിപ്പിച്ചു. അത് നിങ്ങൾക്ക് പാടില്ല. നിങ്ങൾ എൻ്റെ പ്രമാണത്തിന് കീഴിൽ ജീവിക്കേണ്ടവരാണ്. ഞാൻ ചെയ്തതുപോലെ നന്മ ചെയ്യുന്നവരായിരിക്കണം എന്നാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ ഉള്ളിൽ കയ്പ് വളർന്നു വരുന്നുണ്ടെങ്കിൽ, ബിറ്റർനെസ് വളർന്നു വരുന്നുണ്ടെങ്കിൽ, അത് വളർന്നു വന്ന് കോപമായിട്ടും പിന്നീട് മറ്റുള്ളവരോട് വിരോധമായിട്ടും ഒടുവിൽ അത് ദുഷ്ടതയായിട്ടും പ്രതികാര ബുദ്ധിയായിട്ടും തിരിച്ചടിക്കാനുള്ള ആവേശമായിട്ടും ഒക്കെയും അത് പരിണമിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആ കാര്യം നാം ശ്രദ്ധിക്കണം. ദൈവമേ, എൻ്റെ ഉള്ളിൽ ആരോടും കയ്പും വിദ്വേഷവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവരോട് സ്നേഹമാണ് എനിക്ക് വേണ്ടത്. യേശു അവിടുന്ന് മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ ഞാനും എല്ലാവരെയും സ്നേഹിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. ആരോടും കയ്പും വിദ്വേഷവും വിരോധവും പ്രതികാര ബുദ്ധിയും എനിക്ക് പാടില്ല. അങ്ങനെയൊക്കെ വന്നു പോയത് എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പുതിയ നിയമത്തിലേക്ക് നമുക്ക് വേഗം വരാം. എന്താണ് പുതിയ നിയമത്തിലെ കൽപ്പന? നാം അത് ഈ ഭാഗത്ത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞല്ലോ. മത്തായി 5-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. എതിർക്കരുത്. അവനോട് പ്രതികാര ബുദ്ധിയൊന്നും വേണ്ട, അവനോട് വിരോധിക്കേണ്ട. നീ ക്ഷമിച്ചു കൊടുക്കുക, നീ താണു കൊടുക്കുക. നിന്നോടൊരു വ്യവഹരിച്ച് അഥവാ കേസ് കൊടുത്ത് നിൻ്റെ വസ്ത്രം പുറമേയുള്ള ആ ഓവർകോട്ട് എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് അല്ലെങ്കിൽ നിൻ്റെ ഷർട്ട് എടുക്കുവാൻ ഉദ്ദേശിക്കുന്നവന് നിൻ്റെ ഓവർകോട്ടും കൂടെ കൊടുക്കുക, നിൻ്റെ പുതപ്പും കൂടെ അവനെ വിട്ടുകൊടുക്കുക. പ്രതികാര ബുദ്ധി അരുത് എന്നാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. 41-ാം വചനം, ഒരുത്തൻ നിന്നെ 1 നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ അവനോടൊപ്പം 2 നാഴിക പോകുക. 42-ാം വാക്യം, നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. അതിൻ്റെയൊക്കെ സാരാംശം എന്ന് പറഞ്ഞാൽ, നാം പ്രതികാര ബുദ്ധി ചെയ്യുന്നവരായിട്ടല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും നന്മയും കരുണയും മറ്റുള്ളവരോടുള്ള സഹനവും ഒക്കെ നിറഞ്ഞവരായി ഈ കാലങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി താഴ്മയോടെ വിശുദ്ധിയോടെ നാം ജീവിക്കണം എന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. ഈ 40, 41, 42 വാക്യങ്ങൾ നാം വായിച്ചു കേട്ടല്ലോ. അതിൻ്റെ ചുരുക്കം എന്ന് വെച്ചാൽ, നിങ്ങൾ
മറ്റുള്ളവരോട് നന്മ കാണിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് നല്ല ഒരു മനോഭാവം വേണം. വിശാലമായ ഹൃദയം നിങ്ങൾക്ക് വേണം. ഹൃദയത്തെ വിശാലപ്പെടുത്തണം. ആവശ്യങ്ങളിരിക്കുന്നവർക്ക് അല്പം അവരോട് കരുണ കാണിക്കാനും കഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ഒരുപക്ഷെ വായ്പ കൊടുക്കുവാനും അവരെ സഹായിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം. ഒരു നല്ല മനസ്സ് നിങ്ങൾക്ക് വേണം എന്നാണ് യേശു ഇവിടെ പറഞ്ഞത്. നാം ബൈബിളിൽ നിരവധി ഭാഗത്ത് വായിക്കുമ്പോൾ ഈ പ്രതികാര ബുദ്ധി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിലക്കുന്ന ചില വചനങ്ങൾ കൂടെ വായിച്ചിട്ട് നാം ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 22-ാം വചനം നോക്കുക. Proverbs chapter 20 verse 22. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. പഴയ നിയമത്തിൽ പോലും ഈ ഒരു നല്ല മനസ്സ് ഇവിടെ ശലോമോനായിരിക്കും അത് എഴുതിയത്. അദ്ദേഹം പറയുകയാണ്, ദോഷത്തിന് ഞാൻ അങ്ങോട്ട് പ്രതികാരം ചെയ്യുന്നു നീ പറയരുത്. നീ കർത്താവിനെ കാത്തിരിക്കുക, ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. പ്രതികാരം ചെയ്യുന്നതൊക്കെ ദൈവം ചെയ്തുകൊള്ളും. നിങ്ങൾ ചെയ്യാൻ പോകണ്ട. നിങ്ങൾ ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് ജീവിച്ചാൽ മതി. നിങ്ങൾ പ്രതികാരം ചെയ്യണ്ട. മറ്റൊരു വചനം റോമർ 12-ാം അധ്യായം അതിൻ്റെ 19-ാം വചനത്തിലാണ്. അത് വായിക്കാം. റോമൻസ് 12 verse 19. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോകരുത്. കാരണം എല്ലാ പ്രതികാരവും എല്ലാ ശിക്ഷാവിധിയും നടപ്പാക്കുന്നത് ദൈവത്തിൻ്റെ ഭാഗമാണ്. ദൈവമാണത് ചെയ്യേണ്ടത്. നിങ്ങൾ പ്രതികാരം ചെയ്യാനും വഴക്കുണ്ടാക്കാനും ഒന്നും പോകണ്ട. ദൈവം അത് ചെയ്തോട്ടെ. ദൈവകോപം ആ വ്യക്തിയുടെ മേൽ വന്നുകൊള്ളട്ടെ. നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ അവരുടെ നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. പകരം ചെയ്യുന്നതും പ്രതികാരം ചെയ്യുന്നതും ഒടുവിൽ ന്യായവിധി കൽപ്പിക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നാം ആരും അത് ചെയ്യാൻ പോകരുത്. മറ്റുള്ളവരുടെ അറിവില്ലായ്മയെ ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് കരുണയോടെ ഇടപെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനിയും 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം നമുക്ക് നോക്കാം. 1 Peter chapter 3 verse 9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ഇവിടെ നിങ്ങൾ അങ്ങോട്ട് പോയി പ്രതികാരം ചെയ്യണ്ട, പകരം ചെയ്യാൻ പോകണ്ട. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മതി. ഇങ്ങോട്ട് ദോഷം ചെയ്തു, ഞാൻ അങ്ങോട്ട് ദോഷം ചെയ്യും എന്ന് പറയുന്നത് ഈ ലോക മനുഷ്യരുടെ, പാപികളായ മനുഷ്യരുടെ ഒരു നിലവാരമാണ്. എന്നാൽ നാം ദൈവമക്കളാണ്. യേശുവിൽ കൂടെ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണ്. ശകാരിക്കുമ്പോൾ, മറ്റുള്ളവർ ശകാരിക്കുമ്പോൾ തിരിച്ച് ശകാരിക്കുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പകരം ചെയ്യാൻ നിങ്ങൾ പോകണ്ട. നിങ്ങൾ അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെയൊക്കെ നിങ്ങളോട് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിക്കണം. ബി ബ്ലസ്സേഴ്സ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഒടുവിലായി എഫേസ്യർ 6-ാം അധ്യായം 9-ാം വാക്യം കൂടെ വായിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 6 verse 9. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുകയും. യജമാനന്മാരോട് അപ്പോസ്തലൻ പൗലോസിൻ്റെ ഉപദേശം, നിങ്ങളുടെ കീഴിലുള്ള ദാസന്മാരോട് നിങ്ങൾ കരുണ കാണിക്കണം. അവരോട് കരുണയോടെ ഇടപെടണം. അവരോട് ഭീഷണി വാക്ക് ഒന്നും പറയരുത്, അല്ലെങ്കിൽ ത്രെറ്റനിങ്. അത് പ്രതികാരത്തിൻ്റെ ഒരു വകഭേദം പോലെയാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. നിങ്ങളുടെ കീഴിലുള്ളവരോട് പ്രതികാരം ചെയ്യാൻ പോകരുത്, അവരെ ഭീഷണിപ്പെടുത്തരുത്. സത്യം പറഞ്ഞാൽ എല്ലാത്തരം ഭീഷണിപ്പെടുത്തലുകളും ദൈവത്തിൻ്റെ വകയല്ല, അത് പിശാചിൻ്റെ വകയാണ്. ദൈവം ആരെയും ഭീഷണിപ്പെടുത്തുകയില്ല, മുന്നറിയിപ്പുകൾ കൊടുക്കും. നിങ്ങളും നാം മറ്റുള്ളവർക്ക് ഭീഷണി വാക്ക് ഉച്ചരിക്കുന്നവരായിട്ടല്ല, അവരോട് കരുണ കാണിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാ പ്രതികാരവും തിരിച്ചടിയും അത് ദൈവമക്കൾക്കുള്ളതല്ല. നാം കരുണയും നന്മയുമുള്ള ഹൃദയത്തോടെ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.